ശരി 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 കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല കുറെ കെറ്റിലും വെള്ളമില്ല. എന്നെ മനസ്സിലായി തോന്നുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ പറ്റുന്നില്ല. എല്ലാരും എന്നെ കളിയാക്കണം. നെഗറ്റീവുകളിലൊക്കെ എല്ലാരും കളിയാക്കണം. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് ഇഫ് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർ. ഞാനിപ്പോ ചെറിയ സബ്സ്ക്രിപ്ഷൻ ചെയ്തപ്പോഴാണ് എല്ലാരും എന്നോട് കുറ്റം പറയുന്നത്. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റതും. ആദ്യം ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സൂസൈഡ് വരാൻ തീരുമാനിച്ചു. ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? പിന്നെ ഈ കരച്ചിൽ വന്ന ആൾക്കാർ എന്നെ ശ്രദ്ധപ്പെട്ടു. എന്റെ സബ്സ്ക്രിപ്ഷനിൽ എല്ലാരും കയറുമല്ലോ. ഞാൻ ചെറിയ സബ്സ്ക്രിപ്ഷൻ ചെയ്തപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുള്ളത്. എന്താ ഉറക്കം വരുന്നു. തണ്ണിമൊത്തനും ചക്കപ്പഴം പോലത്തെ സാധനം കിട്ടിയ ആൾക്കാർ വരുമ്പോ കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു അടക്കാക്കുരി പോലത്തെ ഗ്യാപ്പ് കാണിക്കണേ ഈ പ്രശ്നം വരുന്നത്. ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെ ആണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം കുറെ കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. സ്വാഭാവികം. എന്നെ പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. എല്ലാത്തിനും ജയിലിൽ കയറ്റും. നീ കുറെ ഉണ്ടാക്കുന്നു. തിങ്കളാഴ്ച ഒരു പീഡന കേസ് കൂടി നേരിടാൻ തയ്യാറായിട്ടു. ഐ വോണ്ട് സ്പെയർ എനി ഓഫ് യുവർ ടൈം. ഇവിടെ വന്ന് കരയുന്നു, തൊട്ടടുത്ത നിമിഷം അപ്പുറത്ത് പോയിട്ട് ഡാൻസ് കളിക്കുന്നു. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. എന്തൊരു ജന്മോ ഇതിനെയൊക്കെ. ഇതുപോലെ ശരീരം കാണിച്ച്, ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുത്ത്, ഉടുതുണി അഴിച്ച്, മാറിടം കാണിച്ചു, വയറ് കാണിച്ചു, പൊക്കിള് കാണിച്ചു, വട കാണിച്ച് ജീവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം. ഓരോ ഞാൻ പറയുന്നത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഇതേപോലുള്ള വൃത്തികെട്ട ചിന്താഗതികൾ ഉള്ളവർ തന്നെയാണ്. അതൊരു മാറ്റമില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഞാൻ വരട്ടെ ഇങ്ങോട്ട്. അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.